കഴിഞ്ഞ ദിവസം കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിന് കുറേ കുട്ടികൾക്ക് ഇനിയും ആസ്പിരൻസിന് ഇനിയും ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ആദ്യം ചോദിച്ചത് PSCയുടെ ആപ്ലിക്കേഷൻ സ്ലിപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ PSC തുളസിയുടെ വെബ്സൈറ്റില്ലേ അതിൽ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക. പിന്നെ മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു റൈറ്റ് സൈഡിൽ മൈ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞൊരു ഇത് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാത്തിൻ്റെയും PDF അവിടെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നെടുത്ത് അപ്ലൈ ചെയ്താൽ മതിയാവും. പിന്നെ PG അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ BEd പഠിക്കുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ PGയോ BEdോ ഡിഗ്രിയോ എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് കോമ്പറ്റിറ്റീവ് എക്സാംസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ല് പഠിക്കാനുള്ള കോഴ്സിനോ അങ്ങനെയൊക്കെ ഉള്ള ആസ്പിരൻസിന് വേണ്ടിയിട്ടാണ് ഈ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് അങ്ങനെയുള്ള ആസ്പിരൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ PG ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് വേറെ സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ടാവും. പിന്നെ എംപ്ലോയ്മെൻറ്റിൻ്റെ കാർഡിൻ്റെ ഡേറ്റ് കഴിഞ്ഞു, അപ്പോൾ അത് റീന്യൂ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. എൻ്റെയും റീന്യൂ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷെ ഞാനത് അപ്ലൈ ചെയ്തു. അതിനെക്കുറിച്ചൊന്നും പ്രത്യേകമായിട്ട് ഇവർ പറയുന്നില്ല, അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഈ പ്രോസസ്സിങ് കാണിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ അവിടുത്തെ സ്റ്റാഫ്, അവിടുത്തെ എംപ്ലോയീസാണ് ഇത് അപ്രൂവ് ചെയ്യുക. അവരത് അപ്രൂവ് ചെയ്യാത്തത് കൊണ്ടാണ് അതവിടെ പ്രോസസ്സിങ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സ്കോളർഷിപ്പിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്കോളർഷിപ്പിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇതുവരെ അവർ അനൗൺസ് ചെയ്തിട്ടില്ല. ആദ്യത്തെ 5 ലക്ഷം ആൾക്കാർക്കാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, അത് 6 മാസത്തെ വാലിഡിറ്റിയാണ് ആ ഇൻകം സർട്ടിഫിക്കറ്റിനുള്ളത്. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്താൽ 1 വീക്കിനുള്ളിൽ സാധാരണ കിട്ടുന്നതാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ PG സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്താൽ മതിയോ എന്ന്. മതി, അവർക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്താൽ മതിയാവും.